ഹലോ. ഇന്ന് വൈകുന്നേരമായപ്പോൾ തേജു പറഞ്ഞു, അമ്മ നമുക്ക് പാർക്കിലേക്ക് ഒന്ന് പോവാന്ന്. അങ്ങനെ വീട്ടിലത്തെ പണിയൊക്കെ തീർത്ത് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു വണ്ടിയില്ല, ബസ് സ്റ്റോപ്പിൽ ഇരുന്നിരുന്നും മടുത്തു. പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്നപ്പോൾ വേഗം തന്നെ ചാടി അങ്ങോട്ട് കയറി. നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താട്ടോ പാർക്കുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ട്. അങ്ങനെ ഇന്ന് സാറ്റർഡേ ആണ്, തേജുവിന് ക്ലാസ്സും ഇല്ല. എന്നാൽ പിന്നെ ഇന്ന് അവൻ്റെ ദിവസമല്ലേ, അവന് ഇഷ്ടമുള്ള പോലെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അപ്പോൾ വേഗം പോയി ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് പോയിട്ടോ. ഇവിടെയാണെങ്കിൽ രാവിലെ തൊട്ട് ക്ലോസ് ചെയ്യുന്നവർ ആൾക്കാരാട്ടോ, നല്ല രസമാട്ടോ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ പൊക്കത്തൊക്കെ കയറി എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ടായിരുന്നു. ഒരു പേടിയില്ല കേട്ടോ അയാൾക്ക്. പിന്നെ അവിടെ ചെന്നപ്പോൾ ഏതോ ഒരു കുട്ടീനെ കിട്ടി. ആ കുട്ടീൻ്റെ കൂടെ ഇങ്ങനെ ഭയങ്കരമായ കളി. പിന്നെ അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അപ്പുറത്ത് ഊഞ്ഞാലിൽ കണ്ടുകൊണ്ട് വേഗം പോയി കുറച്ച് നേരം ഊഞ്ഞാലാടി. അതോടെ എനിക്ക് മതിയായി. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലയും കറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനും തേജുവിനെ പോലെ കേട്ടോ, ചെറിയ കുട്ടികളെ പോലെ ഓരോ കളി കളിക്കും കേട്ടോ. പിന്നെ നമ്മളെ അടുത്തൊരു കുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, അതിങ്ങനെ പാലുടിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. അവിടെ കുറേ ഇങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് പതിവൊന്നുമില്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് കളിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മസിലൊക്കെ വരുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഓരോന്നിൽ ഇങ്ങനെ കയറി കയറി കളിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ എന്തിലോ കയറിയിട്ടോ, അതും ഞാനും ഒരുപോലെ എങ്ങോട്ടോ പോയി. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഓരോ എക്സസൈസും ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ എന്തിലോ ഒന്ന് പോയി കിടന്നു. അപ്പോൾ ആരോ പറഞ്ഞു അങ്ങനെയല്ല എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എണിച്ച് വേഗം തന്നെ ഇറങ്ങി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിട്ടോ. അപ്പോൾ തേജു പറഞ്ഞു എനിക്ക് ഐസ്ക്രീം വേണമെന്ന്. കുറേ കളിച്ച് ക്ഷീണിച്ചവൻ. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് ഗ്രൗണ്ടിൽ പോയി കുറച്ച് നേരം അവനെയും പുറകിലിരുത്തി ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഓടിച്ചു നടന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ഒക്കെ കാണാം.